ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് പോയി എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് പടം കണ്ട് വരുന്ന ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് എൻ്റെ റിവ്യൂ വിശ്വസിക്കാം. ഹേയ് ഫോക്സ്, ഹിയർ ഈസ് മൈ ഫസ്റ്റ് എവർ ഫിലിം റിവ്യൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫിലിം റിവ്യൂ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ദൃശ്യം 3 ഇപ്പൊ ജസ്റ്റ് പോയിട്ട് കണ്ട് വന്നു, അതിൻ്റെ ഒരു റിവ്യൂ പറയാം. ഞാൻ ഷസാമിന്റെ വീഡിയോ കണ്ടു പടത്തിന് പോകുന്നതിൻ്റെ മുമ്പ്. പറഞ്ഞ റിവ്യൂ ഞാൻ കണ്ട പടവുമായിട്ട് എനിക്ക് മാച്ച് തോന്നിയില്ല. ഷസാം പറഞ്ഞത് മാച്ച് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവാം, അതുപോലെ വേറെ റിവ്യൂ ഇടുന്ന പല ആൾക്കാർ പറയുന്നത് മാച്ച് തോന്നുന്ന പല ആൾക്കാരുണ്ടാവാം. പക്ഷെ ഞാൻ ഒരു ക്രൗഡിന്റെ പ്രതിനിധിയാണ്. അതായത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് പോയി എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് പടം കണ്ട് വരുന്ന ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് എൻ്റെ റിവ്യൂ വിശ്വസിക്കാം. അല്ലാത്ത ആരും എന്നെ വിശ്വസിക്കരുത്. മേ ബി ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ട് ഡെപ്തിലൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടൊരു സിനിമ കാണാൻ പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റിവ്യൂ വിശ്വസിക്കരുത്. മറിച്ച് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ പോയി ആ പടം കണ്ട് വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞുതരാം. അപ്പോൾ ദൃശ്യം 3നെ കുറിച്ചുള്ള റിവ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം എക്സ്പെക്ടേഷന്റെ അത്ര ആദ്യത്തെ ഹാഫ് കഴിയുന്നതോട് വരെ വരുന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രത്തോളം ഒരു ഫസ്റ്റ് ഹാഫിലൊന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ലാസ്റ്റ് ഒരു 1 hour ക്ലൈമാക്സ് പടം തൂക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ രോമാഞ്ചവും ആ ലാലേട്ടൻ്റെ ഒരു മാസും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. ഇന്റലക്ച്വൽ ആയിട്ട് ഭയങ്കരമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ കാണാം. കല്യാൺ ജ്വല്ലേഴ്സിന്റെ പരസ്യം ഭയങ്കര നാടകീയമായ പോലെ പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അതൊന്നും നമ്മൾ ബാധിക്കുന്നില്ല. സിനിമ കണ്ട് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ അതൊന്നും ബാധിക്കുന്നില്ല, അതൊന്നും ബുദ്ധിമുട്ടിക്കുന്നില്ല. സിനിമ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്, പക്ഷെ ആ ലാഗ് ക്ലൈമാക്സിൽ അവർ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇത്രയും ലാഗ് ആക്കിയത്? അവിടെ എന്തോന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുക്ക് ചെയ്തത് വിളമ്പാണ് അവർ ക്ലൈമാക്സിൽ ചെയ്തത്. ഈ ഒരു സാധനമാണ് എനിക്ക് പടത്തിൽ കണ്ടത്. കയ്യടികളും അതുപോലെ ആൾക്കാരുടെ കൂക്കിവിളിയും, അതുപോലെ കൂക്കിവിളി എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ ചില ഭാഗങ്ങൾ കാണുമ്പോൾ ഓ എന്ന് പറയുമല്ലോ, ആ സാധനം. അതൊക്കെ എൻ്റെതും അവിടെയുള്ള മാസ് ഓഡിയൻസിൻ്റെതും മാച്ചിങ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ പറയുന്നത്. പടം ഓക്കെയാണ്, കണ്ടിരിക്കാൻ പറ്റുന്നത് എന്നതിൻ്റെ അപ്പുറത്തേക്ക് പടം പോയിട്ടുണ്ട്. നല്ലൊരു പടമാണ്, മസ്റ്റ് വാച്ച് ആണ്. അതായത് ദൃശ്യം 1, 2 കണ്ട ഒരാൾ ഒരിക്കലും ദൃശ്യം 3 സ്കിപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റിവ്യൂസ് ഞാൻ ഇടണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞാലില്ലെങ്കിൽ ഞാൻ നിർത്താനൊന്നും പോകുന്നില്ല. ദൃശ്യം 3 തന്നെ നല്ലതാണെന്നും മോശമാണെന്നൊക്കെ എത്ര ആൾ പറഞ്ഞു. പക്ഷെ അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതുപോലെ എനിക്കും എൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്, ബൈ.